ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നോമ്പുകാലത്തിൻ്റെ രണ്ടാമത്തെ ഞായറാഴ്ചയിലാണ് നമ്മളപ്പോൾ ആയിരിക്കുക. തിരുസഭ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായി നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങളാണ്. മാനസാന്തരം സംഭവിക്കുന്ന സക്യവൂസിനെ കുറിച്ച് പറഞ്ഞു വയ്ക്കുന്ന ഒരേ ഒരു സുവിശേഷം അത് ലൂക്കായുടെ സുവിശേഷം മാത്രമാണ്. ഈശോയുടെ ജെറുസലേമിലേക്കുള്ള യാത്രയും ആ യാത്രയുടെ സമയത്ത് സക്യോസിൻ്റെ മാനസാന്തരവുമാണ് ഈ സുവിശേഷ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. ദാവീദിൻ്റെ പുത്രനും കർത്താവുമായ യേശു അബ്രഹാത്തിന് മക്കളിൽ നഷ്ടപ്പെട്ടു പോയവരുടെ രക്ഷകനാണെന്നും നഷ്ടപ്പെട്ടു പോകുന്നവരെ അന്വേഷിച്ച് കണ്ടെത്താനാണ് മനുഷ്യപുത്രൻ വന്നിട്ടുള്ളതുമെന്നാണ് 19-ാം അധ്യായത്തിലെ 10-ാമത്തെ തിരുവചനം നമ്മളോട് പറഞ്ഞു വയ്ക്കുക. പാപിയെന്ന് സമൂഹം മുദ്രകുത്തിയ സക്യവൂസ് യേശുവിൻ്റെ കണ്ണുകളിൽ അബ്രഹാത്തിൻ്റെ പുത്രനാണ്. എസ്കേലിൻ്റെ പുസ്തകം 34-ാം അധ്യായം 16-ാമത്തെ തിരുവചനം ഈ പ്രവചനം പൂർത്തിയാക്കുകയാണ്. ഇവിടെ സക്യവൂസ് തന്നെ പറ്റിയുള്ള ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് സ്വന്തമാക്കിയപ്പോഴാണ് അവരിൽ മാനസാന്തരം സംഭവിക്കുന്നത്. കർത്താവിനെ കണ്ടുമുട്ടാനുള്ള അന്വേഷണത്തിൽ മറ്റുള്ളവരുടെ പരിഹാസമോ ഭയമോ ഒന്നും നമ്മെ തടയാൻ പാടില്ലെന്നും ജനക്കൂട്ടത്തിൻ്റേതല്ല ക്രിസ്തുവിൻ്റെ ശബ്ദമാണ് ജീവിതയാത്രയിൽ നമ്മുടെ വഴികാട്ടിയാകേണ്ടതുമെന്നാണ് ഈ സുവിശേഷ ഭാഗം നമ്മുടെ മുമ്പിൽ പറഞ്ഞു വയ്ക്കുക. സക്യവൂസ് എന്ന പേരിൻ്റെ അർത്ഥം നിസാരൻ, ചെറിയവൻ എന്നൊക്കെയാണ്. പക്ഷേ ഈ ചെറിയ കഥ നമ്മുടെ മുമ്പിൽ വിശാലമായ ഒരു അർത്ഥം നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നുണ്ട്. അത് ചെറിയവനാണെങ്കിലും സമ്പന്നനും ചുങ്കക്കാരിൽ പ്രധാനിയുമായ സക്യവൂസ് ദൈവരാജ്യത്തിൽ വലിയവനായി തീർന്ന സംഭവം വിവരിക്കുന്നു. ദൈവരാജ്യ പ്രവേശനത്തിന് സ്വത്ത് ഒരു തടസ്സമാണെന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 24 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങളിൽ ധനികൻ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ഈശോ തന്നെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പക്ഷേ സക്യവൂസ് എന്ന ധനികന് രക്ഷ കിട്ടുന്നു. കാരണം നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കുവാൻ വന്നവൻ അയാളുടെ ഭവനത്തിലെത്തി. അപ്പോൾ അവൻ തൻ്റെ തെറ്റിന് 4 ഇരട്ടി പ്രായശ്ചിത്തം ചെയ്യുന്നു. സമ്പത്തിൻ്റെ പകുതി ദരിദ്രർക്ക് വീതിച്ച് കൊടുക്കുന്നു. നോമ്പുകാലം ഏറ്റവും ഫലപ്രദമാകാൻ നൂറ്റാണ്ടുകളായി തിരുസഭ നിർദ്ദേശിക്കുന്ന 3 കാര്യങ്ങളാണ് പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മം. നമ്മുടെ ഉള്ളിൽ നിന്നാണ് ഇവ 3ഉം പുറപ്പെടേണ്ടത്. പ്രാർത്ഥനയോടെ ഈശോയെ ആഗ്രഹിച്ചതും തൻ്റെ ഭവനത്തിൽ ആയിരുന്നതുകൊണ്ട് ഈശോയോട് ചേർന്ന് വസിച്ചും തനിക്കുള്ളതെല്ലാം കൊടുക്കേണ്ടവർക്ക് കൊടുത്തും നോമ്പുകാലത്തിലൂടെ കടന്നു പോകുന്ന നമുക്ക് സക്യവൂസ് വഴികാട്ടിയാകുന്ന ഈ സുവിശേഷ ഭാഗം വളരെ ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ സക്യവൂസ് ചെയ്തതുപോലെ ഈശോയെ നമ്മുടെയൊക്കെ ഭവനത്തിൽ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്: നീ ആഗ്രഹിക്കുന്നതിലും അപ്പുറം ദൈവം നിനക്കായി തരുമെന്ന്. ഇവിടെ സക്യവൂസിൻ്റെ ജീവിതം നമ്മൾ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നു. അനുദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും തരണം ചെയ്തുകൊണ്ട് തമ്പുരാനെ കാത്തിരുന്നാൽ തീർച്ചയായും തമ്പുരാൻ നമ്മൾ ഓരോരുത്തരെയും തേടി വരുമെന്ന്. അവിടെ സക്യവൂസ് എന്ന് പേരായ ഒരാളുണ്ടായിരുന്നു. അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു. ഈ വചനത്തിൻ്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ, സക്യവൂസ് ചുങ്കക്കാരുടെ ഒരു നേതാവായിരുന്നു. റോമൻ ഭരണാധികാരികളിൽ നിന്നും പ്രാദേശിക ചുങ്കപ്പുരകൾ ലേലത്തിൽ പിടിച്ചെടുത്ത ശേഷം കരം പിടിക്കാൻ മറ്റാളുകളെ നിയോഗിക്കുന്ന ഒരു കോൺട്രാക്ടർ എന്നൊക്കെ സക്യവൂസിനെ പറ്റി നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. തൽഫലമായി അവനൊരു ധനികനായി. യഹൂദ മതഭക്തരുടെ, പ്രത്യേകിച്ചും ഫരിസേയരുടെയും നിയമജ്ഞരുടെയും പ്രമാണിമാരുടെയും ദൃഷ്ടിയിൽ ചുങ്കക്കാരൻ പാപിയാണ്. കാരണം അവൻ കരം പിരിച്ച് ദൈവജനത്തിൻ്റെ ശത്രുക്കളായ റോമൻ ഗവൺമെൻറ്റിന് കൊടുക്കുന്നു. കൂടാതെ അന്യായമായി ചുങ്കം പിരിച്ച് സ്വത്ത് വർദ്ധിപ്പിക്കാൻ പറ്റിയ ഒരു തൊഴിലായിരുന്നു ഈ ചുങ്കപ്പിരിവ്. ആ തൊഴിലിനോടുള്ള മതപരമായ മുൻവിധിയുടെ പേരിലാണ് ഇവിടെ സക്യവൂസിനെ പാപി എന്ന് ജനങ്ങൾ മുദ്രകുത്തുക. അതുകൊണ്ടാണ് 19-ാം അധ്യായം 7-ാമത്തെ തിരുവചനം പറഞ്ഞു വയ്ക്കുന്നു:
ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും പിറുപിറുത്തു, ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ എന്ന്. കാരണം ചുങ്കം പിരിവ് അത്രയ്ക്കും മോശമായ ഒരു പിരിവായിട്ടാണ് അന്നത്തെ ജനങ്ങൾ കണ്ടിരുന്നത്. ഈ നോമ്പുകാലത്തിലൂടെ കടന്നു പോകുമ്പോൾ സഖ്യവൂസിനെ പോലെ തമ്പുരാനെ അതിയായി ആഗ്രഹിച്ചു കാണാനും ഹൃദയമാകുന്ന ഭവനത്തിലേക്ക് തമ്പുരാനെ യോഗ്യതയോടെ സ്വീകരിക്കുവാനും തമ്പുരാനോട് ചേർന്ന് പുതിയ ഒരു ജീവിതം നയിക്കാനും നമുക്ക് പരിശ്രമിക്കാം. മറക്കാതിരിക്കാം, എത്ര പാപിയായിരുന്നാലും തമ്പുരാൻ തേടുന്ന ജീവിതങ്ങൾ കരുണയുടെ നീർച്ചാലുകളാകും, ഒഴുകുന്ന ജീവ നദികളാകും. നമ്മുടെയൊക്കെ ജീവിതത്തെയും തമ്പുരാനെ നമുക്ക് സമർപ്പിക്കാം. സഖ്യവൂസ് ചെയ്തതുപോലെ കർത്താവിനെ കാണാൻ ആഗ്രഹിക്കുവാനും കർത്താവ് നമ്മുടെ കൂടെ ആയിരിക്കുമ്പോൾ നമുക്ക് അന്യായമായി നമ്മൾ നേടിയതെല്ലാം കർത്താവിന് സമർപ്പിക്കുവാനുള്ള ഒരു മനസ്സിന് വേണ്ടി നമുക്ക് ഈ ആഴ്ച നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിനെ അതിയായി കാണുവാനും ജീവിതം കർത്താവിന് വേണ്ടി മാറ്റിവെക്കുവാനും ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യനായി മാറുവാനും അങ്ങനെ തനിക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുവാനുള്ള ആ മനസ്സ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.